ആരുടെ കൂട്ടത്തില് ബേസില് എന്താണേട്ടാ ആരാ നല്ല ഓളാണല്ലോ മഴ മാറുമ്പോ കാട്ടിപ്പോ എടുത്തോട്ടോ ആരുടെ ബേസില് നീയാണോ ജയ്സന്റെ ഏരിയയിലുള്ള പിള്ളേര് ആരായാലും അവന്റെ നിലവിളിന്നൂടെ മുഴങ്ങും ആരുടെ ബേസില് ആരുടെ ജയ്സൺ ജയ്സനുള്ള ബേസില് 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 മാമ്പറക്കാരുടെ കല്യാണം കൂടിയായിരുന്നു. കഴിച്ചായിരുന്നോ? ഇവന് മാർക്ക് തീരെ കുറവാണല്ലോ. മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കില്ലല്ലോ അച്ചോ. സോറി ഫാദർ. നീ വേറെ എവിടെ കൊടുത്തിട്ടുണ്ട്? ഞാനിവിടെ മാത്രം കൊടുത്തിട്ടുള്ളൂ അച്ചോ. ഇവിടെ മാത്രം കൊടുക്കാൻ വേറെ എവിടെയെങ്കിലും കൊടുത്താൽ കിട്ടുമോ? എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടെ റെഡിയാക്കി തന്നെ വെച്ചോ. ഇവിടെയും കൂടി കിട്ടിയില്ലെങ്കിലേ പിന്നെ സെമിനാറിലാക്കുമെന്നാണ് ഇവന്റെ അപ്പം പറയണം. എന്റെ പൊന്നില്ലി കോമഡി പറയല്ലേട്ടാ. നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പാണ് ഇഷ്ടം? ഹ്യൂമാനിറ്റീസ്. ഹ്യൂമാനിറ്റീസ് വേണ്ട അച്ചോ, സയൻസ് മതി. അതിന് സയൻസിന് പിന്നെ മാർക്ക് കുറവാണല്ലോ. ബുദ്ധിയുണ്ട് അച്ചോ. 10ാം ക്ലാസ് ആയപ്പോൾ ചെറുതായിട്ടൊന്ന് ഉഴപ്പി. ബുദ്ധിയാണ് അച്ചോ ഇതിന്റെ മെയിൻ സംഭവം. എന്തായാലും നാളെ സ്കൂളിലേക്ക് വേഗം വാട്ടോ, ഒട്ടും വൈകണ്ട. ഇതൊന്നും വേണ്ടേ, വെറുതെ അല്ല. താങ്ക് യു ഫാദർ. മേടിക്കണ്ടോ? എങ്ങനെ നന്നായി പഠിക്കില്ലേ? നല്ലോണം പഠിക്കും സാർ. ബുദ്ധിയൊക്കെ ഉള്ളതാണ്. ബുദ്ധിയാണ് എന്റെ മെയിൻ സംഭവം സാറേ. ഓ ഭയങ്കര വിനയാണല്ലോ. ഒരു പൊടിക്ക് പറയാം. വലിയ കടയിൽ പോയി ജ്യൂസ് കുടിക്കാം. കണ്ടിട്ട് പറ്റുടങ്ങാൻ പറ്റിയ കട. அதுவே இனிப்பு அதில் ஒரு சர்க்கரையா? അപ്പോൾ ഇതാണ് അനിമൽ സെൽ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 4th പേജിലുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്നതാണ് പ്ലാസ്മ മെമ്പറൈൻ. മെമ്പറൈൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലായി? ആയിരിപ്പണ്ടപ്പോ തോന്നി. എനിക്കൊരു രക്ഷയില്ലടക്കേ. എനിക്കാണെങ്കിൽ സയൻസ് ഒരു താല്പര്യമില്ല. ഇതണ്ട എന്താണ് കോമേഴ്സിലെ ഹ്യൂമാനിറ്റീസിലൊക്കെ ചെറിയ മാർക്കിന്റെ വ്യത്യാസത്തിൽ സയൻസിന് അഡ്മിഷൻ കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് ഇവിടെ പറ്റുന്നില്ലെങ്കിൽ അങ്ങോട്ട് മാറിക്കോ. നിങ്ങളുടെ സീറ്റിൽ അവരാരെങ്കിലും വന്നോളൂ. എന്താ അതല്ല മിസ്സേ, ഞങ്ങൾ ക്ലാസ് മാറുന്നതിനെ പറ്റി പറയണായിരുന്നു. നിങ്ങൾ കളിയാക്കൊന്നും വേണ്ട. ഞാൻ ചിലപ്പോ ഇങ്ങോട്ട് തന്നെ വരും. ടീച്ചർ പറഞ്ഞ് ക്ലാസ് മാറണ്ടെങ്കിൽ മാറിക്കോളാൻ. ഇവിടെ ആരെങ്കിലും ഉണ്ട് അങ്ങനെ മാറാനായിട്ട്? മാറാനായിട്ട് നിനക്ക് ഇങ്ങോട്ട് വന്നെങ്കിലുണ്ടല്ലോ ബെസ്റ്റ് ആ മുതലിനെ കണ്ട ആ ബുക്കും പിടിച്ചിരിക്കുന്ന സാധനം അത് മതിയാ. എനിക്കാരായാലും മതി. എന്നാ നീ പോയി മുട്ടിക്കോ. നീയേ അവന്റെ അടുത്ത് ചോദിക്ക്. അവനൊക്കെ അപ്പുറത്തോട്ട് തട്ടാ. കാർമലിന്ന് വന്നാണ്. ഒടുക്കത്തെ ഷോ ആണ്. ഞങ്ങൾക്കാർക്ക് ഇഷ്ടമല്ല അവനാ. ഹലോ ഹലോ ഹലോ. ക്ലാസ് മാറാൻ താല്പര്യമുണ്ടോ സയൻസിലോട്ട്? അതെന്താ സയൻസിലല്ലോ പകർച്ചവ്യാധി ഉണ്ടോ? ഓക്കെ വാ പോവാം. ഏയ് നിനക്ക് അതിന് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അത് സെറ്റ് ചെയ്തിട്ട് വിളിക്കും. വെയിറ്റ് വിജയിച്ചു വരൂ. അവൻ സമ്മതിച്ചോ? എന്ത് പണ്ടാറോ ഒരുമാതിരി ജാടയും ചെന്ന വഴിക്ക് ഒരു 5 ഡയലോഗും. എനിക്കാണെങ്കിൽ ആകെ പൊളിഞ്ഞിട്ട് പിന്നെ എന്റെ ആവശ്യമായി പോയി. എടാ ഇവനെ വേറെ ആരും കൊണ്ടുപോകാണ്ട് നോക്കിക്കോളണോട്ടാ. അവന്റെ അടുത്താണല്ലോ ഇരിക്കുന്നത്. ஸ்லாங்கே ஒரு மாதிரி இதுல സയൻസിലോട്ട് മാറി. കൊറേ പഠിക്കാനുണ്ട്. ആർക്ക്? എനിക്ക്. പിന്നെ റെക്കോർഡും. അപ്പൊ നീ പുട്ടപ്പുറത്തിന്റെ ടൂർണമെന്റ് ഉണ്ടാവില്ലേ? ചാൻസ് ഇല്ല. എടാ നീ ഒരു പരിപാടിയാണ് കയറിട്ടാ. അവിടെ 500 കൊടുത്തിട്ടുണ്ടായിരുന്നു. നിനക്ക് അറിയാവുന്നല്ലേ? ഞാൻ സ്കൂളിന് വേണ്ടി മാത്രമേ എനിക്ക് കളിക്കുന്നുള്ളൂ. ലോക്കൽ കളിയൊക്കെ നിനക്ക് എന്താണ് സ്റ്റംബൂരണോ? എന്ത് സംഭവം? ഈ 3 സ്റ്റംപ് എന്റെ അല്ലേ? ഇപ്പൊ ഞാൻ കളിക്കണല്ലോ. സോ അപ്പൊ ഞാൻ കൊണ്ടോണല്ലേ നല്ലത്. എടാ ഈ ബാറ്റ് നിന്റെ അല്ലേ? എന്നാ ഇങ്ങോട്ട് കൊണ്ടുപോകണം. ബാറ്റിന്റെ
അമ്മച്ചി മേശപ്പുറത്ത് ക്ലാസ്സിൽ ചായ അവലിപ്പുണ്ട് വേണമെങ്കിൽ. അമ്മച്ചി ഇന്ന് പോലെ പഠിക്കാൻ തീരുമാനിച്ചിട്ടാ. അതേതായാലും നന്നായി. അമ്മച്ചിക്കേ എനിക്കിനി പോലെ ഒരു ഗ്ലാസ് പാലൊപ്പിക്കാൻ പറ്റുമോ? പിന്നെ വേറെ വല്ലതും വേണോ? എന്റെ ജോയിസാ, നിനക്ക് ആ താടി മുടിയൊക്കെ ഒന്ന് വെട്ടി കാട്ടി കളഞ്ഞൂടെ? മനുഷ്യര് കണ്ട പേടിയാവില്ല. ഈ കട എങ്ങനെയാ കണ്ടുപിടിച്ചേ? അവിടെ നോക്കാണല്ലോ. ஸ்லாங் நல்லா இருக்குடா. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 meter per second square. അയ്യേ നമുക്കറിയാത്തൊന്നുമല്ലല്ലോ. ഇരിക്ക്. ബുക്കൊക്കെ എടുത്ത് അകത്ത് വെക്ക്. ഒരു സർപ്രൈസ് ടെസ്റ്റ് നടത്താൻ പോവാ. ആർക്കൊക്കെ ബുദ്ധി ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. இதுடா சர்ப்ரைஸ் டெஸ்ட். ഫസ്റ്റ് നേരത്തെ എന്നിട്ട് ജയിക്കല്ല, പിന്നെ സർപ്രൈസ് ടെസ്റ്റ്. എല്ലാം അറിയോ? കോപ്പറിയാ. ഇത് சொல்லல. என்ன பத்தி? 5 മിനിറ്റും കൂടെ ഉണ്ട്. ഞാൻ ഇരുന്ന് കെമിസ്ട്രി പഠിച്ചോട്ടെ. ஓடுறாங்க. இது மோட்டிவேட் பண்ற மாதிரி என்ன ப்ரோ? എല്ലാരും എഴുത്ത് നിർത്തിക്കേ. ജയ്സ പേപ്പർ കളക്ട് ചെയ്യും. ഫൈനോ. ജില്ല ഗേൾസിന്റെ കളക്ട് ചെയ്യും. മിസ് ഇവൻ പേപ്പർ. എല്ലാരും പേപ്പർ ഒന്ന് വാങ്ങിച്ചോ. ജോർജ് 12, ജെയ്സൺ 0 മാർക്ക് 3. ஏண்டா மாத்தி எழுதிச்சு. இதுக்கு எவ்வளோ சீனு? ജേസിനെ ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചേ. ആ ക്ലാസ്സിലൊക്കെ സ്മാർട്ട് ആണല്ലോ. മാർക്ക് എന്താ ഇത്ര കുറവ്? அது ரொம்ப அவமானமா இருக்கு போல. என்ன கொஸ்டின் தான் கொடுத்தாங்க? கொஸ்டின் தெரியல. എല്ലാവർക്കും പേപ്പർ ഒക്കെ കിട്ടിയില്ലേ? ഇനി നിങ്ങൾ ഇരിക്കുന്ന ഓർഡർ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഒന്നും മിണ്ടാണ്ടിരിക്കോ? നീയാണ് മിണ്ടാണ്ടിരിക്കേണ്ടത്, അല്ലെങ്കിൽ പേപ്പർ ചുറ്റി വായിൽ വെച്ച്. ആമ്പലയുടെ സൈഡിൽ ആരുമില്ലേ ലീഡർ ആവാൻ? നിന്റെ പേരൊന്നും ശരിയാവില്ല. അതിലും വേഗം നീ ആവുന്ന. അതല്ല ആദ്യം പറഞ്ഞ. ശരത്ത് ലീഡർ ആവട്ടെ. ഓക്കെ അല്ലേ? ഏതാണ് എന്നെ പോലെ ഒരുത്തൻ. എന്താടാ എടാ, നീ ക്ലാസ്സിൽ വരുമ്പോ തന്നെ അറിയാം പപ്സിന്റെ അമ്പലിക്കനെയാണെന്ന്. കീർത്തിയൊക്കെ നീ വരുമ്പോ തന്നെ ചിരിയോടും കൂടാ. ഞാനൊരു കോമാളിയായോടാണല്ലോ. പണ്ടാരം ക്ലാസ്സിലെ ടെസ്റ്റ് എടുത്തടാ. ഞാൻ ടെസ്റ്റിന് പൊട്ടിയിടാ. പപ്സി നമ്പേഴ്സ് കൂട്ടിയിടാ. എടാ ഞാൻ പറയണൊന്ന് കേക്കോ നീ? ഇനി എങ്ങനെയാടാ പഠിക്കാന്നൊക്കെ വിചാരിച്ച ക്ലാസ്സില് പഠിപ്പിച്ചെല്ലാം സമ്മതിച്ചേക്ക്. ഈ സാധനം കേറി വന്നു കണ്ടില്ലേ? അത് അവിടെ നിന്ന് കയറി വന്നാണ്. പഠിക്കാത്തോണ്ടാ പൊട്ടിയത്. പഠിച്ചിട്ട് പൊട്ടിയത് എനിക്ക് ബുദ്ധി ഇല്ലാത്തോണ്ടാ. ചേട്ടാ 4 തണ്ണി മത്താൻ. ഇനി ഞാൻ എന്താ തണ്ണീർ മത്തൻ വേണ്ട, മര്യാദ ഇരുന്നാ മതി. ഇല്ലെങ്കിൽ ആ മൂലക്കെട്ട് ചോട്ടിക്കൂട്ടുള്ളൂ. കാർമലി പഠിച്ചാടൊന്നും ഇങ്ങോട്ട് ഇറക്കണ്ട. നമ്മുടെ പറ്റിന് പപ്സി ഇല്ല, നമ്മുടെ ആക്ഷനാണ് ഒപ്പം അല്ലേ? ഹ്യൂമാനിറ്റീസ് നാറി. എടാ ബെല്ലടിച്ചിട്ട് കുറച്ച് നേരമായിട്ടാ. പതുക്കെയൊക്കെ പോയാ മതി. അവിടെ ആരെയും പ്രസംഗിക്കാൻ കിടക്കണ്ട. கேங் செட் ஆகுதுன்னு நினைக்கிறேன். இல்லை நல்லா காட்டியிருக்காங்கடா பயங்கரமாக. என்னடா ஸ்கூல் விட்டு வெளியே வந்து சாப்பிடுறாங்க. വലിയ അലോട് கிடையாது. லஞ்ச் கூட விட அந்த கடையில இருந்து அதிகம். ஓவர் ரியாக்ஷன் பண்ணுது. என்ன அது இது? ஹைப்பர் மார்க்கெட்டா? ഹായ്. கொஞ்சம் பெரிய சூப்பர் மார்க்கெட். அவ்வளோதான், வேற ഒന്നും ഇല്ല. സാധനങ്ങളെ മേടിക്കും. എടിത് ജെയ്സൺ, ഞാൻ പറയാം. നല്ല ചിരിയാണെന്ന് പറഞ്ഞ ചേട്ടൻ ഒറ്റയ്ക്കുള്ള അല്ല, അച്ഛനുണ്ട്. എന്നാ പോട്ടെ. എന്നാ ആയിക്കോട്ടെ, ശരി. ജെയ്സൺ നീ സ്റ്റോപ്പ് വാച്ച് നോക്ക്, ഞാൻ ഓസിലേഷൻ നോക്കാം. കണ്ടില്ലമ്മ. ஆசிலேஷனை பார்த்துன்னு இருக்காமா. என்ன ஸ்மைல் அது? ക്യൂട്ട് സ്മൈൽ. അത് പേര് ഐ ലവ്. സ്റ്റോപ്പ് ചെയ്യണില്ലേ? സ്റ്റാർട്ട് ചെയ്തില്ല. ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് ജസ്റ്റ് തിന്നിട്ടാണ് സാധനം. എടാ ഇത് ഈ ആടിന്റെ കഴുത്തിലാണ മണി പോലില്ലേ? ഇല്ലേ? എന്താടാ? താല്പര്യമുള്ളവര് ഈ പീരീഡ് കഴിഞ്ഞിട്ട് ഗ്രൗണ്ടിൽ ചെല്ലുക.
അവിടെ സെലക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്നത്തൊക്കെ ടീം ഇറക്കണ്ട. നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യടാ, വിളിക്കാം. എടാ നമ്മുടെ ക്ലാസ്സിലെ ഏതൊക്കെ പെൺപിള്ളേരെ ആർക്കൊക്കെ ഇഷ്ടമാന്ന് ഇപ്പൊ തീരുമാനിക്കണം. എന്താ നോക്കണേ? പിന്നെ എന്റെ പേരിൽ അടിയൊന്നും ഉണ്ടായിരുന്നു. എന്റെ പേര് ഞാൻ ആദ്യം പറയാം. കീർത്തി തന്നെ. നീ എടുത്തോ. നമുക്കൊക്കെ ഓൾറെഡി സെറ്റ്. നിങ്ങൾ അറിയൂല വീടിന്റെ അടുത്തുള്ള പേരംബിക. എനിക്ക് കേക്കണ്ട. അവൾക്കൊരു വൃത്തില്ലടാ. നേരം മൂക്കില് കേട തുപ്പ. നീ ചെയ്യാറില്ലേ? പിള്ളേര് ചെയ്യണ പോലെയാണ് പെണ്ണുങ്ങള്. സയൻസിൽ പഠിക്കണ നിനക്ക് എന്തിനാണ് കൊമേഴ്സിലെ ബുക്ക്? മലയാളം ബുക്ക് പഠിക്കാൻ പോയതാണ്. അതിനിപ്പോ എന്താണ്? അടിപൊളി അവളല്ലേ? നീ നോക്കാറില്ലേ? എന്താണ്? എനിക്കും കൂടി ഒന്ന് പറഞ്ഞാടാ. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? കാട്ടുകോഴി. എടാ വിജിൽ സാർ നോക്കിയാടാ, പുള്ളി രാവിലെ വല്ലിച്ചിട്ട് വായ മിസ്സാണ്. പേസ്റ്റില് മോറും കുത്തി. ഏതാടാ അൽപ്പൻ? പട്ടി ഷോ ആണ്. ടീച്ചർ മെറ്റേണിറ്റി ലീവിന് പോയതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ എവിടെ പോയതാ? സാറേ ക്രിക്കറ്റ് സെലക്ഷൻ പോയതാണ്. ശരി, കേറിക്ക്. പകരം നിങ്ങൾക്ക് മലയാളം ക്ലാസ് എടുക്കാൻ വന്ന അധ്യാപകനാണ് രവി. രവി സാർ ക്ലാസ് തുടങ്ങട്ടെ. ഓൾ ദി ബെസ്റ്റ് രവി. എന്റെ പേര് രവി. രവി വീട് തൃപ്പൂണിത്തുറയ്ക്ക് അടുത്താണ്. എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിങ്ങൾക്കെല്ലാവർക്കും ക്ലാസ് എടുക്കുക. ക്ലാസ് എടുത്ത് നിങ്ങളെയും പുറത്ത് നിൽക്കുന്ന ഇംപ്രസ് ചെയ്യുക. പക്ഷെ ഒരു ക്ലാസ് എടുക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എനിക്കൊരു നേരത്തെ ഭക്ഷണം കിട്ടണമെങ്കിൽ ഞാൻ തന്നെ പോണം. ആരാണ് അവിടെ പമ്പ് സ്റ്റാർട്ട് ചെയ്തത്? എന്തെങ്കിലും സംവദിക്കാനുണ്ടോ? അല്ല, നല്ല വെറൈറ്റി കഥയായിരുന്നു പറയണായിരുന്നു. ജയ്സൺ ഭയങ്കര സ്മാർട്ടാന്ന് തോന്നുന്നു. ഒരു പൊടിക്ക് ഓവർ സ്മാർട്ട് അല്ലേ? പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്കിങ്ങനെയുള്ള പിള്ളേർ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള പങ്കാളിത്തമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിപ്പോ ജയ്സനെ പോലെ ഭയങ്കര ഓവർ സ്മാർട്ട് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഒട്ടും സ്മാർട്ട് അല്ലാത്ത പിള്ളേരാണെങ്കിലും എങ്ങനെയുള്ള പിള്ളേരാണെങ്കിലും എൻ്റെ ക്ലാസ്സിൽ എല്ലാവർക്കും വോയിസ് ഉണ്ട്. പിള്ളേര് ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് അയാളെ കണ്ടിട്ട് ഒരു അലസനെ പോലെയാണ് തോന്നുന്നത്. ജീനിയസുകൾ അങ്ങനെയാണ്, കാഴ്ചയിൽ അലസന്മാരായിരിക്കും. തനിക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. സോറി, എൻ്റെ മിസ്റ്റേക്കാ. നമ്മൾ ഒരേ അറിവുണ്ടെങ്കിൽ സൗന്ദര്യം ഉണ്ടാവില്ല, സൗന്ദര്യം ഉണ്ടെങ്കിൽ അറിവുണ്ടാവില്ല. പക്ഷെ നമ്മുടെ രവി സാറിനുണ്ടല്ല, സൗന്ദര്യം ഉണ്ട്, അറിവുണ്ട്. അതന്നെ, സൗന്ദര്യം, അറിവ്, ശക്തിയുണ്ട് സാറിന്. லீடர் பொண்ணு தானே. ஒரு பையனை பத்தி பேசும்போது அவ கண்டுக்கவே இல்லை. இப்ப பாரு. എന്താടാ എടാ ക്രിക്കറ്റ് സെലക്ഷന്റെ அந்த ஹோம்ல கூட அந்த இதுக்கு சொல்லுவான் ஸ்மோக்குக்கு வந்துட்டு அப்படியே ജോർജെ, ഞാൻ നിന്റെ അടുത്ത് പാലാണോ പറഞ്ഞല്ലേ ലെങ്ത്തിൽ അറിയാം. നീ എന്താ വിചാരിച്ച ബോളിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റംപ് എറിഞ്ഞു പിടിക്കലാന്നോ? പോ അടുത്ത തവണ നോക്കാം. ഫിസിക്സ് ലാബിൽ വെച്ച് ഞാൻ കണ്ടുപിടിച്ചു. മീശ അത് മീശ ഒന്നല്ല, എല്ലാ പെൺപിള്ളേർക്കുള്ളതാണ്. എന്റെ കിടന്ന് കൃതാവുണ്ട്. കൃതാവാ? നീ ചേരാണോ പ്രേമിക്കണേ? പിന്നെ ഏത് ഈ മരവള്ളി? എടാ ചില പെൺപിള്ളേർ കൃതാവ് ഇങ്ങനെ ഇറങ്ങി വരും. ആൻഡോ മോനെ, കാര്യം നമ്മൾ സത്യക്രിസ്ത്യാനികളാ, പള്ളിയിലും പോകും എന്ന് വെച്ച് 24 മണിക്കൂറും പള്ളി ചുറ്റി കറങ്ങാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു. എന്റെ ജയ്സ, നിനക്ക് അവരുടെ ഒപ്പം ഇരുന്നാ പോരെ? പിന്നെ എനിക്ക് അപ്പച്ചന്റെ തള്ള കേൾക്കാൻ വയ്യ. കഴിച്ചു വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഡീലാക്കാനുള്ള. അമ്മച്ചി 2 കഷ്ണം കൂടി ഇട്ട്. ഇനി ഒരു കഷ്ണമില്ല, അവർക്കൊക്കെ കൊടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ തരാം. ചാരോട്ട് കഴിയും. 2.5 കിലോന്റെ ചിക്കൻ വാങ്ങിച്ചോണ്ട് ഞാൻ പറഞ്ഞിട്ട് 1.5 കിലോ വാങ്ങിച്ചോണ്ടിരുന്നതാണ്. ജോയ്സ, നീ ഇപ്പൊ പണിക്കൊന്നും പോണില്ലേ? എന്റെ ടേസ്റ്റ് ഞാനിതൊന്ന് കഴിച്ചോട്ടെ. സമാനം തരും. വിരുന്നാലും വീട്ടിൽ ഇത്ര സാധനം ഉണ്ടെന്നൊക്കെ അറിയണേ. എന്റെ മോളെ, അവന് ഏത് നേരം ഈ ടി വിയും കണ്ട് കിടപ്പ് മാത്രമേ ഉള്ളൂ. കാരണവരുള്ളത് കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞു പോണേ.
നമ്പർ വേണമല്ലേ? ഹലോ ഹലോ, കീർത്തി അല്ലേ? ആരാന്ന് മനസ്സിലായോ? ജെയ്സൺ അല്ലേ? എന്താടാ? നീ നാളെ സ്കൂളിൽ വരില്ലേ? ആ, വരുമ്പോളേ ആ സുവോളജിയുടെ നോട്ട്ബുക്കും കൂടെ എടുത്തേരും. നീ എന്തെങ്കിലും കഴിക്കുവാണോ? മുറുക്ക്. ആ, എല്ലുമുട്ടി കടിക്കണ പോലെ ഉണ്ട്. എന്താടാ പോയടാ? ഹലോ, എന്താടാ? എടി, ഞാൻ നേരത്തെ വിളിച്ചപ്പോളേ കോള് വെയിറ്റിംഗ് ആയിരുന്നല്ല. നമ്മുടെ ക്ലാസ്സിലെ ശർത്ത അവൻ നിന്നെ വിളിക്കാറുണ്ടാ? ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. അതെന്തിനാ നീ അറിയണ? നമ്മളറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണല്ലേ. അല്ല, നിനക്കെന്നോട് പ്രേമാണെന്നൊക്കെ പറയണേട്ട്. ആര് പറഞ്ഞു? അതൊന്നും നീ അറിയണ്ട. സത്യാണോ? എനിക്കിനോട് പ്രേമാണെന്ന് വിചാരിക്കല്ലേ. അങ്ങനെയല്ല എടി, അങ്ങനെയല്ല. ആദ്യം ഗ്രാഫ് വരക്കാം. ഹലോ, ഇവിടെ കിടന്നാ മതി കേട്ടോ. സന്തോഷം. ജോയ്സൺ, ഞങ്ങൾ വന്നപ്പോ കടപ്പാടം പോയല്ലേ? ഇല്ല, കളികളൊപ്പം ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കാറ്. നിങ്ങളെ ഫാനസിങ് അവിടെ കിടന്നോട്ടാ. കുഴപ്പമില്ല. എടാ ജോസ, ഞാൻ വേണമെങ്കിൽ ആലോചനോട് പറഞ്ഞ ഗൾഫിലൊരു ജോലി. ടെസി ഒരു വള പണയം വെക്കാൻ തരും. ബൈക്കിന് കുറച്ച് പണിയുണ്ടേ. വാടി ഒന്ന് കിടക്കാൻ വന്ന വാ. എന്താണ് ഞാൻ തലയും കുത്തി വെക്കണ? എന്താടാ എന്റെ മൊബൈൽ മിനി തൊട്ടാലേ തലടിച്ചാൻ ഡൊണാൾഡക്കിന്റെ പോലെ കൊണ്ടോ? അയ്യോ, ഇനി നാളെ നോക്കിയാൽ നിങ്ങളുടെ മലയാളം പുസ്തകത്തിൽ ONV സാർ എഴുതിയ മനോഹരമായ ഒരു കവിതയുണ്ട്. ജയ് സാർ, ജയ് സാർ പോര്. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃത്തിയിൽ നിൻ അവൾക്ക് വേണാന്ന് சொன்னல. ഗാലറിയിൽ നിന്ന് വിസിലടിക്കുന്ന പോലെയല്ല, ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ നല്ല പാടാ. ജയ്സൺ പോയിരുന്ന ഇനിയും മരിക്കാത്ത ഭൂമി ഹൃദയത്തിൽ അന്നേ കുറിച്ച ഗീതം. നമ്മുടെ പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് കെമിസ്ട്രി എന്ന് പറയുന്നത് തിയറി മാത്രമല്ല, പ്രാക്ടിക്കൽ. അതങ്ങനെയല്ല ചെയ്യത്. കേട്ടേ ജയ്സ, ആ സാൾട്ടൊന്നു. അടുത്ത പീരീഡ് മാത്സ് ആന്ന് പറയണ്ടല്ല. അപ്പൊ രവി സാറില്ലേ? രവി സാറിന്ന് ലീവാണെന്ന്. മാത്സ് ബോറടിച്ച് ചാവും. രവി സാറില്ലെങ്കിൽ ഒരു രസമില്ല. ഒന്നും മിണ്ടാണ്ടിരിക്കണ്ട. കയ്യിൽ സോൾട്ട് ആയിരിക്കണം. അണ്ണാക്കി തിരികെ കയറ്റി ഞാൻ പറയാനുള്ള നേരിട്ട് പറയടാ. ഗ്ലൗസും വേണം, മറ്റേ നടുക്ക് വെക്കുന്നൊക്കെ എടുത്തില്ലേ? നമുക്ക് എല്ലാവർക്കും ഒരു പാട്ടൊക്കെ പാടിയിട്ട് പോയാലോ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മക്കളെ വാ. കമോൺ, പെട്ടെന്നൊരു യോർക്കർ വന്നാൽ എന്ത് ചെയ്യും? കേറിയിരിക്കാൻ പറയും സാർ. നല്ലത്. ബാറ്റിംഗ് നിങ്ങൾ ഗംഭീരം, ക്രീസിലും നിങ്ങൾ കവിതരി, ബോളിംഗ് അവരോട് സാറാ അതെങ്ങനെ പറയാൻ പറ്റും? ഒരോവറിൽ 13 റണ്ണൊക്കെ ഉണ്ടോ? കൂളാണ് നല്ലത്. 5 over 80 വെസ്റ്റാണെങ്കിൽ ഒരു ഓവർ മാത്രം ശേഷിക്കൂ. ആ ജയ്സൺ, ജയ്സൺ ആരെങ്കിലും ചെയ്യും. വാ,
ഓൾ ദി ബെസ്റ്റ്. യെസ് സാർ. ലാസ്റ്റ് ഒരു നടുവിൽ இந்த மாதிரி മീറ്റിംഗ് വരുമോ? നിനക്ക് ടെൻഷൻ ഉണ്ടോ? ഇല്ല സാറ്. നിനക്ക് ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. ഞാൻ ഓക്കെയാണ്. നിന്റെ മുഖം കണ്ടാ തോന്നുന്നുണ്ടല്ലോ നിനക്ക് ടെൻഷൻ ഉണ്ടെന്ന്. നീ ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്തേ. സാറേ ഞാൻ അറിഞ്ഞോളാം സാറേ, ഞാൻ ഓക്കെയാണ്. നീ അല്ല, നീ ഡീപ്പ് ബ്രെത്ത് അറിയില്ലല്ലേ? ഞാൻ കാണിച്ചു തരാം. അയ്യോ நார்மலா விட்டு இருந்தாலே நல்லா போட்டு. என்ன ஸ்பின் போட சொல்றாரு? ബൗണ്ടറി എവിടേക്ക് എറിയണേ? ഇങ്ങനെയാണ് അറിയാ. 3 பால்ல எத்தனை ரன்னு? 14 ரன். ஒரே பால்ல முடிஞ்சிச்சு. டெஸ்ட்ல என்ன நடந்துச்சோ அதேதான். മാമ്പ്ര സെന്റ് ആനിസ് ഹൈസ്കൂൾ 7 വിക്കറ്റിന് വിജയം നേടിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഗീത ടീച്ചറോട് ഞാൻ എന്ത് പറയും? ടീച്ചർ കൊണ്ടുവന്ന കളിയൊക്കെ ജയിച്ചു, രവി സാർ കൊണ്ടുവന്ന പപ്പ്. എന്നാലും തോൽവി തന്നെയാണ്. അവരടിച്ചെടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ നമ്മൾ എറിഞ്ഞു കൊടുത്ത പോലെ. ചിലരുടെയൊക്കെ അമിതാത്മവിശ്വാസം ബാക്കി എല്ലാവരുടെയും സന്തോഷം നശിപ്പിച്ചു. കേൾക്കാതെ ചിലരൊക്കെ സ്വന്തം നിലയിൽ പ്രവർത്തിച്ചത് നമുക്ക് വിനയായി. എന്നാലും തോൽവി തന്നെ. എന്താ പറ്റിയെന്നറിയോ? നീ ഒരു കോപ്പും പറയാൻ നിക്കണ്ട. നിന്റെ ഒരു മാതിരി മറ്റോടത്ത ബോളിങ്. എടാ അങ്ങേരാടാ എല്ലാത്തിനും കാരണം. ഞാൻ പറഞ്ഞില്ലടാ അങ്ങേരുടെ ഒടുക്കത്തെ കംഫർട്ടിങ് ആണ്. എനിക്കത് പറ്റില്ല. ഗീത ടീച്ചറായിരുന്നു ഇപ്പൊ കാണായിരുന്നു. മോന്റെ കോടലെടുത്ത കുഴപ്പമില്ല. അങ്ങേരെ എന്നെ കൊള്ളിച്ചു പറഞ്ഞ കണ്ടില്ലേ? നേരിട്ട് പറയാൻ ഞാൻ പോവാണ്. നിങ്ങ എന്താ നീ പൊക്കോ അല്ലെങ്കിൽ എറിഞ്ഞ് കൊല്ലും. നീ എറിഞ്ഞ വൈഡല്ലേ പോകും. നാളെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ബാക്കി നാറാങ്ങളൊക്കെ നിനക്കാരെ ക്രിസ്മസ് ഫ്രണ്ട് കിട്ടിയേ? ലാലേട്ടൻ പറഞ്ഞ ഒരു ചേഞ്ച് ആർക്കാ ഇഷ്ടമല്ലാത്ത? സാറ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ. എന്ന് സാറിന് ഇങ്ങനെ ഒന്നൂടെ നോക്കാം. ഹാപ്പി ക്രിസ്മസ്. രവി സാറേ കലക്കി കേട്ടാ. കൊള്ളാലോ, ഭയങ്കര ഇഷ്ടം. ഗംഭീരായിട്ടുണ്ട്. എവിടുന്നാ? ഞാൻ ഉണ്ടാക്കിയതാ. ആണോ? സതീഷ് സാറേ, അശ്വതി ടീച്ചർ കിട്ടുന്നയാള് ഭാഗ്യവാനായിരിക്കും. ഓരോ ദിവസം ഇത്രയും രുചികരമായിട്ടുള്ള വിഭവങ്ങൾ കഴിക്കാലോ. സാറിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, സാറിനെ ഒന്ന് നോക്കിയാ പോരെ? എന്നടാ സ്കൂൾ ഇത്? സാറേ ഞാൻ പറഞ്ഞാൽ പോയില്ലേ? അത് ഞാൻ അടുത്ത മാസത്തേക്ക് മാറ്റി സാറേ. ഈ എന്താ സ്ഥിരം ഭാവത്തില്? ആ രവി സാറ് ഒരു കറുത്ത ഷർട്ട് ഇട്ടുകൊണ്ടൊന്നും ഒടുക്കത്തെ ഷൈനിങ് ആണ്. പുള്ളിയുള്ള കാരണം ഒരു മൂഡും ഇല്ല. എന്റെ കീർത്തിയൊക്കെ പൊളിച്ചിട്ടുണ്ടായില്ല. നീ ആ സിഗരറ്റ് ഇങ്ങോട്ട് തന്നെ ഇത് വലിച്ചു വരാൻ പറ്റുമോ? ആ വായില് ക്യാൻസർ ഒന്ന് ചാവൂട്ടാ. സിഗരറ്റ് വലിക്കണം. വീട്ടിൽ നിന്ന് പുറത്താക്കും സാറേ. സാറേ ഇവന്മാരോട് വിളിച്ചെന്ന് സിഗരറ്റ് വലിക്കായിരുന്നു. ഞാൻ കയ്യോടെ പൊക്കി. ഹെഡ് മാഷും കൂടി അറിയട്ടെ കാര്യങ്ങള്. ഇതാണോ ഇത്ര വലിയ കാര്യം? നല്ലൊരു ദിവസമായിട്ട് വെറുതെ വീൽ സാർ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവന്മാരെ എനിക്ക് വിട്ടാ നിൽക്കുക, ഞാൻ നോക്കിക്കോളാം. സാറേ സാറിന്റെ സീരിയസ്നെസ് അറിയാൻ വേണ്ടിയാണ്. ഇനി അത് നിയമവിരുദ്ധമാണ്, ആരോഗ്യത്തിന് ഹാനികരം. ഇനി ഞങ്ങൾ ആവർത്തിക്കൂല സാറേ. നല്ലത്. ഇത് ഞാൻ എടുക്കാം. മൈ ക്രിസ്മസ് ഫ്രണ്ട് ഈസ് ലിജോ. ലിജോയ്ക്കൊരു ബെല്ലു. கிறிஸ்மான்னு சொல்லுவாங்களே, இது சீக்ரெட் சாண்டா. நம்ம இது மாதிரி பண்ணிடுமாடா நம்ம ஸ்கூலில் வந்து. இது அதாவது இந்த படம் இன்னும் நல்லா குட்ஃபீல் படம் அதெல்லாம் எதுவுமே கிடையாது. ஆடா பாவிகளா. എടാ
ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പ് പോലെയാണ്, ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ കാന്തം പോലെയാണ്, ആകർഷിച്ചോണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ പഠിക്കേണ്ടത് വികർഷിക്കാൻ വേണ്ടിയാണ്. വികർഷിക്കാൻ പറ്റുന്ന തോന്നുള്ള ചേട്ടാ, അവൾക്ക് ഒടുക്കത്തെ ഗ്ലാമറാ, ഒടുക്കത്തെ ഭംഗി. ചേട്ടാ എനിക്കും പറയാണ്ടൊരു കഥ. എടാ നിനക്ക് പറയാനുള്ളതൊക്കെ അടുത്ത ക്രിസ്മസിന്. ഇപ്പൊ ഇവന്റെ കാര്യം പറയാൻ ഈ 2 ദുഃഖങ്ങളില്ലായിരുന്നു എന്റെ ലൈഫ് അടിപൊളിയാണ്. ഇതൊരു ക്രൂഷ്യൽ മൊമെന്റ് ആണ്. യുണ്ണിയപ്പോൾ സ്വീകരിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇല്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. ഐ ആം വെയിറ്റിംഗ്. കീർത്തി ഒരു ഉണ്ണിയപ്പം ആയാലോ? സോറി, ഓയിലിയാണ്, ഞാൻ കഴിക്കാറില്ല. ശരി. ഇത് ജാടയുടെ അവള്. എടാ ഇല്ലടാ, ഓയിലായോണ്ടാണ്. ഞാനും കഴിക്കണല്ലോ, നീ എടുത്തോ. ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നോടാ കൊതിയ. ദൈവമേ കീർത്തി ചെന്നൈ പോവാന്ന് കേട്ടു. ചെന്നൈയിലടുത്താഴ്ച പോകുള്ളൂ. അതെയാ, ഞാൻ വിളിക്കാം. ഓക്കെ ബൈ, ടേക്ക് കെയർ. സമാനായില്ലേ നിനക്ക്? തൃപ്തിയായില്ലേ? ഞാൻ പോവാ. പോട്ടെ, വല്ല പടത്തിന് പൈസ എടുത്തോളാ. വാ, സൈഡിൽ നിന്നൊരു വിജയടൊക്കെ ഉണ്ട്. ഇഷ്ടമില്ലാത്ത എടാ അവള് ഫുൾ നെഗറ്റീവ് അടിച്ചിട്ടുണ്ടാവും. നീ വന്നപ്പോ എന്തിനു ചാടിയായിരുന്നു. അതേ പറ്റടാ. ഇനി അതിനെ പറ്റി സംസാരിക്കണം. അവളുടെ പേര് പോലും ഞാൻ പറയില്ല. നമസ്കാരം. ഗോതുരത്ത് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ പുതിയ അധ്യയന വർഷത്തിലേക്ക് നവാഗത സുഹൃത്തുക്കൾക്ക് ക്ലാസ് എന്ന് പറയുന്നത് ഒരു 1 വേ കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങൾ ചർച്ച ചെയ്യണം, നമുക്ക് തുറന്ന് സംസാരിക്കാം. അങ്ങനെയുള്ള പങ്കാളിത്തമാണ് നമുക്ക് വേണ്ടത്. ചേട്ടാ രവി സാറിന്റെ ഇൻഫ്ലുവൻസ് ആണ്. ഇൻഫ്ലുവൻസറുടെ ഇമ്പാക്റ്റ് ആണ്. എടാ നീ പറഞ്ഞ എങ്ങനെ നമ്മുടെ മനീഷില്ലേ, അവൻ ചാറ്റ് ഒപ്പിച്ചോ. സന്ദീപ് ലൈൻ സെറ്റ് ആയിരുന്നു. ചെക്കൻ്റെ മുമ്പിൽ വെച്ചാറല്ലേ, ചെക്കന് വിഷമം. എന്റെയും രവി സാറിന്റെയും നേതൃത്വത്തിൽ ഈ സ്കൂളിന്റെ വിജയ ശതമാനം 100% കുതിച്ചുകൊണ്ടിരിക്കും. വരും വർഷങ്ങളിലും അത് ആവർത്തിക്കപ്പെടണം. നിങ്ങളത് തരണം, എനിക്കത് വേണം. നിർഭാഗ്യവശാൽ രവി സാർ ഓൺ ദ വേ ആണ്. അല്ലെങ്കിൽ ഈ വേദിയിൽ മഹനീയ സാന്നിധ്യമായി എന്നോടൊപ്പം അദ്ദേഹവും ഉണ്ടാവുമായി. ஏதோ ஐகானிக் சீன் நினைக்கிறேன். அதில் வர கெட்டப் மவுண்ட்லாம் மவுண்ட். ഗുഡ് മോർണിംഗ്. ഓ നീലക്കാരി അതിൽ ഇവിടെ തന്നെ പഠിക്കൂ. പെണ്ണ് കാണലിന് പോയപ്പോ അവിടുത്തെ ഒരു ഷെഡിൽ ഇവനിങ്ങനെ കിടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഐ തിങ്ക് அந்த ബുള്ളറ്റ് ബൈക്ക് வந்து அந்த படத்துக்கு அப்புறம் ரொம்ப ஃபேமஸ் ஆச்சு. ഇവനെ ഞാനങ്ങ് പൊക്കി. 110 74 മോഡലാ. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ. ഒരിക്കൽ ഒരു സെൻ ഗുരു ധ്യാന നിമഗ്നനായി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഗുരുവിന്റെ മുന്നിലൂടെ ഒരു ഒച്ച് എഴഞ്ഞ് 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 നീങ്ങി. ഫസ്റ്റ് പോണ്ടത് എവിടെയാണ്? സൗകാർപേട്ടിലെ. ഈ ഭൂമിയുടെ അവസ്ഥാന്തരം ചൈനയിൽ കണ്ടു. എവിടെ ലെൻ, എവിടെ സ്റ്റാലിൻ? ഈശ്വരോ രക്ഷതു. ഇനി ഇല്ലുമിനാറ്റിയെ കുറിച്ച് എഴുതിക്കോളൂ. പ്ലസ് സുവോളജി ടെക്സ്റ്റ് ഉണ്ടോ? ഞാനൊരു കൂട്ടുകാരനെ കൊടുത്തു. വേറെ ആരുടെയും കയ്യില്? ഞാൻ ചോദിച്ചു നോക്കാം. എൻട്രൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് സാധ്യത കുറവാ. അപ്പോ ഞാൻ പോട്ടെ. ബുക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറയാട്ടാ. இதுவும் பண்ணாதுங்க. പുതിയ വള്ളി ഒന്നുമില്ലേ? ഇവന്മാര് പൈസ തന്നില്ലെങ്കിലും ചേട്ടന് ഞാൻ തരും. എന്റെ ഡാഡി കുറച്ച് റിച്ച് ആണെന്നറിയാലോ. നീ ആദ്യം നിന്റെ പേരും അഡ്രസ് അവിടെ എഴുതി കൊടുത്തിട്ട് പോയേ. ഇത്രക്ക് വിശ്വാസമില്ലേ? എനിക്ക് ആരും വിശ്വാസമില്ല. കൊള്ളാല്ലേ? കൊഴപ്പില്ല, നല്ല ചിരിയാണ്. നോക്കണം. ആ എനിക്ക് തോന്നണ ദൈവം നിനക്കായിട്ടോണെന്നാന്ന് ആയിരിക്കൂലേ. നിനക്കൊക്കെ പ്രാന്താണ് പെണ്ണുങ്ങളുടെ പിന്നാലെ പോവാൻ.
பேசுற மாடுலேஷன் ஸ்லாங் நல்லா இருக்கு. மெஸ்ல இருந்து സുവോളജി ടെക്സ്റ്റ് ഞാൻ തരാട്ടാ. അത് വേറെ ആർക്കോ കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അല്ല, അവൻ പഠിക്കൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ എടുത്തോണ്ട് വരാം. ഇത് വേണ്ട, ഞാൻ വേറെ ചോദിച്ചിട്ടുണ്ട്. സ്റ്റെഫി ഇൻസ്റ്റാഗ്രാമിൽ ഒരു പെൺകുട്ടി അമ്പ് ഇട്ടേക്കണ ഫോട്ടോ അല്ലേ ഇട്ടേക്കണേ? റിക്ക് വിട്ടിട്ടുണ്ട് കേട്ടാ. അക്സെപ്റ്റ് ചെയ്യണേ, ഫോളോയും ചെയ്യാട്ടാ. സ്റ്റെഫിക്ക് ഫോൺ ഉണ്ടാ? നമ്പർ തരുമോ? എന്തിനാ? അല്ല, സ്റ്റഡി മെറ്റീരിയൽ കുറച്ച് ഇരിപ്പുണ്ട്, അത് ഞാൻ വാട്സാപ്പ് ചെയ്യാം. തന്റെ നമ്പർ താ, ഞാൻ മെസ്സേജ് അടിക്കാം. അടിക്കോ? ഇത് 11 നമ്പർ ഉണ്ടല്ലോ. ഇല്ല, 10 ഉള്ളൂ. സ്റ്റെഫിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ പിങ്ക് അല്ലേ? എനിക്ക് ചാണാൻ പച്ചേട്ടാ. ഓർത്തു സ്റ്റെഫിക്ക് സ്കൂളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാറേതാ? വിജിൽ സർ. അല്ല, രവി പത്മനാഭൻ സർ. ഏതാണ് തിണ്ടി? അവൾക്ക് നമ്മോട് മിണ്ട കൊടുക്കത്തെ ജാടിയാണ്. അവനെ കിട്ടും എന്റെ കൈ. ബിന്ദു മിസ്സേ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഫിസിക്സ് പേപ്പർ കറക്റ്റ് ചെയ്യാനോ? ഇല്ല. നമ്മുടെ രവി സാറില്ലേ? രവി സാറ്. പുള്ളിക്കാരനോട് എനിക്ക് ചെറിയൊരു ഇഷ്ടമുണ്ട്. ആരുടെ പറയത്തില്ല. നീ കൊറേ നാളായില്ല പെണ്ണിന്റെ കുറെ മണത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. അതുള്ളതാണ് കേട്ടാ. എന്ത് കൃതാവ? കൃതാവല്ലടാ, ഇവൻ പൂര നെഗറ്റീവാന്നുള്ളൊരു. ശരി, എന്റെ തൊടയോ ചേട്ടാ ഒരു സമൂസ. നീ എന്നെ കൊണ്ട് ലോൺ എടുപ്പിക്കോ? എടാ, ഞായറാഴ്ച ചെറായി ബീച്ചിൽ പോയാലാ? പിന്നെ ഈ വെയിലത്തെ ഇത് പട്ടിക്കണം ബീച്ചൊക്കെ. ചേട്ടൻ ഇത് പറയാൻ വേണ്ടി കാത്തിക്കണ. ചെറായി ബീച്ചൊക്കെ ആർക്കാണോടാ? ഞായറാഴ്ച ഞങ്ങളുടെ കപ്പളെ പെരുന്നാളാണ്. എന്റെ ഉണക്കപ്പളല്ലേ? വല്ല നെയ്യപ്പായിരിക്കും. നെയ്യപ്പോ? പോത്തും കായും ചോറും വേണമെങ്കിൽ ഒന്ന് കയറ്റിട്ട് പോ. അപ്പൊ ചേട്ടന് ഉരുണ്ട് വീണ് ഞാനും ജോയ്സനും ചിരിച്ചിരിച്ചിരിച്ച് ചത്തു. ഇതാണ് കോമഡി, മനസ്സിലായ? പിന്നെന്താ, പള്ളിയിൽ പോയ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കാണ്ട് എന്തെങ്കിലും പറ. നീ പറഞ്ഞു. എന്താണ്? എന്താണോ? എന്താണ് ഇവിടെ? നീ പിന്നെ അപ്പന്റെ ട്രൗസർ എടുത്തിട്ടല്ലേ പോയേ? പാവത്തിന് ഊരി കൊടുത്തേക്കണേട്ടാ. ചേട്ടച്ചാരി വന്നതാ. മിഴിയിലേക്ക് തോണി തുഴഞ്ഞ് പോയി. പാട്ട് വേണ്ട. ഫുഡ് അടിയാൻ ട്രൈ ചെയ്യാലേ? ശരി, വെച്ചോ. അവൾക്കൊരു വികാരമില്ലടാ. എന്ത് പറഞ്ഞാലും പറഞ്ഞിങ്ങനെ മൂളിക്കൊണ്ടിരിക്കും. ഞാൻ നിർത്താൻ പോണേ. രണ്ടാം തൂക്കം തീർന്നു വിചാരിച്ചിരിക്കായിരുന്നു. ഇപ്പൊ ഇതും കൂടി കേൾക്കേണ്ടി വരുമല്ലോ. കീർത്തിനൊക്കെ വേദല്ലേ? അല്ലടാ, കീർത്തി തന്നെയാണ് സൂപ്പർ. എനിക്ക് കീർത്തിനെ കാണാൻ തോന്നുന്നുണ്ട്. മാങ്ങാത്തൊലി വിളിച്ച് പറ നിർത്തിന്ന് പറ. എന്നാ ഇപ്പോൾ വിളിച്ച് മംഗളം ചൊല്ലാലേ? ഇപ്പഴാ? എന്നാ പോ ചെല്ലി വിളി. ഹലോ, കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായിട്ട് നമ്മളെ സെറ്റ് ആവണല്ലോ. ആകെ മൊത്തം ഒരു ബാഡ് വൈബാണ്. എന്തോന്നും മിണ്ടാത്ത? പറഞ്ഞു. ഞാൻ വിളിക്കൂല കേട്ടോ. നിനക്കൊന്നും പറയാനില്ലേ? കഴിച്ചോ? നിനക്കൊന്നും തോന്നണില്ലേ? എന്ത് തോന്നാ? ഇനി ഞാൻ വിളിക്കൂല കേട്ടോ. ശരി, വെച്ചോ. കല്യാണം കഴിക്കാമെന്ന് കുറെ ഉണ്ടായില്ല. പിന്നെ നീ ഒന്ന് പോയി ഓരോന്നും പറഞ്ഞുണ്ടാക്കാണ്ടിരുന്നു. ഞാനിന്നല്ല മറ്റേ കോമേഴ്സിലെ പിള്ളേരാണ്. പിന്നെ ഞാൻ എന്റെ മേത്തൊന്നും കിട്ടായിരിക്കുള്ളൂ എല്ലാവരും. അവനിപ്പോ എന്താ കുഴപ്പം? അശ്വ ടീച്ചർ സ്ഥാനത്ത് ഞാനായിരുന്നില്ലേ ദേവസ്ഥാനം കണ്ണും പൂട്ടി പ്രപ്പോസ് ചെയ്യാൻ. എന്താടാ എന്നിട്ട് ആകണ്ടേ? ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് മോനെ നീ ക്ലാസ്സിൽ പോ.
എന്താ ജയ്സ ഇത്? എല്ലാ പ്രശ്നത്തിലും നീ ഉണ്ടല്ലോ. ഇതിപ്പോ എപ്പോഴെപ്പോഴും നിന്നെ ഇങ്ങനെ വന്ന് രക്ഷിക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. എനിക്ക് 100 വട്ടം പണി പറയണ്ട്. ആ പയ്യന്റെ ഇടി കൊണ്ട് ചത്തേനെ നീ. ക്ലാസ്സിൽ പോടാ. ഇത് എന്തു പറ്റിയടാ? ആ ബേസിൽ എന്നെ തല്ലിയിടാ. ഏത് ബേസില്? നീ എവിടെ പോയി കിടക്കണേർന്നടാ? നീ എവിടെ ഇരുന്നേ? കാര്യം പറ. ഞാൻ പാത്രം കിടക്കാൻ പോയപ്പോ ഞാനൊന്ന് തള്ളി പറ്റി, അവനെ തല്ലി. ജയ്സന്റെ പുറത്ത് മീൻമുള്ളിരിക്കണ തട്ടിക്കളാ. പോയടാ. ആ പുള്ളിയെല്ലാം കണ്ടോണ്ടിരിക്കണായിരുന്നു. ഏത് പുള്ളി? ആ രവി സാറാ. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? സംഭവം പറ. നീ ഒന്നും ചെയ്യണ്ട, ഞാൻ നോക്കിക്കോളാം. എന്തിട്ടുണ്ടായെന്ന്? ആരാണ് ഈ ബേസില്? മറ്റേ +1 സയൻസിൽ മസിലൊക്കെ പിടിച്ച ഏറെ കൂടി നിർത്തുന്നുള്ള തടിയല്ലേ അവനാ? നീ കണ്ടല്ലോ അന്ന് ഷോ. ആരാ +1 സയൻസിലുള്ള ബേസിൽ എവിടെ ഉള്ളത്? മുരുക്കം പാടത്തുള്ള മെൽവിക്കറിയാം. നിനക്കൊരു കോള് വരും, അതിലങ്ങ് കരയായിരിക്കും. സ്റ്റെപ്പ് പോയിട്ട് കാശ് പൊട്ടി. ആരുടെ കൂട്ടത്തിൽ ബേസില് എന്താണ് ആരാ? നല്ല ഓളാണല്ലോ. മഴ മാറുമ്പോ കാട്ടിപ്പോ എടുത്തോട്ടാ. ആരുടെ ബേസില്? നീയാ ജയ്സന്റെ പിള്ളേര് ആരായാലും അവന്റെ നിലവിളി തുടങ്ങും. ഷുവറാണ്. എന്താ വേണ്ടാത്ത? ആരുടെ ബേസില്? പോക പോക. ആരുടെ ബേസില്? ஒரு டீமே இருக்குது 5 பேர் போனா என்ன பண்றது? அச்சி ஓட விட்டானு இவருமா பாரு. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഗുണ്ടകളായിട്ടോ ക്രിമിനലായിട്ടോ വളർത്തിക്കും. പക്ഷെ അതിവിടെ നടക്കില്ല. ഈ സ്കൂളിൽ റെപ്യൂട്ടേഷൻ ഉണ്ട്. വേഷം കിട്ടിയെടുക്കണം. പിള്ളേര് തമ്മിൽ അടിപൊളി കണ്ടിട്ടില്ല. ഇത് പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നിട്ടെന്ന് പറഞ്ഞാൽ ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടത്. ഇവര് നല്ല ബുദ്ധിയായിരുന്നു സാറേ. ഈയിടെയായിട്ട് എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. സത്യത്തിൽ ഇവൻ എല്ലാവരെയും വിളിച്ചോണ്ട് വന്നത് അവരവരുടെ ഇഷ്ടത്തിന് സ്വന്തമായിട്ട് വന്ന് അടിയുണ്ടാക്കിയതാണ്. താനാരാ? ഞാനെന്റെ ചേട്ടനാണ്. നിന്നെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ ഒന്നുമില്ല, സ്കൂളിൽ നിന്ന് പുറത്താക്കും. മനസ്സിലായ? കേട്ടല്ലോ എവിടെ? ഇനി നിർത്തിക്കോളാം നിന്റെ ക്രിക്കറ്റ് കളിയും പരിപാടിയല്ല. ഇനി പഠിപ്പ് മാത്രം മതി. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിന്നെ വീട്ടിൽ നിന്നും പുറത്താക്കും. ശരി പൊക്കോ. ശരി. ഇവന്റെ നേരെ ഒരു കണ്ണ് വേണം സാറേ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എന്നെ വിളിച്ചാൽ മതി. ആ സ്പോട്ടിൽ ഞാൻ ഇവിടെ വന്നോളാം. ആയിക്കോട്ടെ. ആയിക്കോട്ടെ സാറേ. താങ്ക് യു സാർ. ഒരു പ്രശ്നം ഉണ്ടാക്കട്ടെ, അറിയിക്കോളൂ. എടാ അവന്റെ വീട് എവിടെയാണ്? ആ ബേസിന്റെ. എന്തിന് നിന്റെ മേത്തോട്ടിട്ട് അവനങ്ങ് ചുമ്മാടക്കൊന്നും വേണ്ട. ഞാൻ പണഞ്ഞിരിക്കും അവനിട്ട്. സ്കൂളിൽ നിന്ന് പുറത്താക്കും. ഒന്നാമത് സീനായിരിക്കണേണ്. പ്രിൻസിപ്പളിന്റെ മുന്നിൽ മദർ കളിക്കാൻ പോയല്ലേ ഏട്ടൻ? എടാ ഞാൻ പ്രിൻസിപ്പളിന്റെ മുമ്പിൽ മദർ തെരേസ കളിക്കും. ഞാൻ ചെക്ക് വേര് കളിക്കും. അതൊക്കെ നിന്നെ നല്ലതിന് വേണ്ടിയിട്ടാണ്. നീ വീട് എവിടെയാന്ന് പറ, പെട്ടെന്ന് പറ. ടീച്ചറെ, ഈ വർഷത്തെ ആനിവേഴ്സറിക്ക് നിവിൻ പോളിനെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നിവിൻ പോളി അജു വർഗീസ് ഉണ്ടോ? സാറേ, നിവിൻ പോളി ഒന്നുമല്ല നമ്മുടെ സ്കൂളിന്റെ ആവശ്യം. കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മുടെ സ്കൂളിന് 71% കൂടുതൽ വിജയം ഉണ്ടായിട്ടേയില്ല. പക്ഷേ ഇത്തവണ 100% കുറഞ്ഞതൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. അതിരിക്കട്ടെ, ആരാണ് അജു വർഗീസ്? വല്ല പ്രൊഡ്യൂസറാണോ? പറയടാ. ആ ചേട്ടൻ അങ്ങോട്ടാ പോയേ? ഞാനതങ്ങ് മറന്നേ പോയി. അയ്യോ വേണ്ട, പതുക്കെ പണിയൊക്കെ തീർത്തിട്ട് വന്നാ മതി. ഇത് ഞങ്ങൾ നോക്കിക്കോളാം. എന്നാ പിന്നെ നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യ്, നീ വെക്കി, എന്നിട്ട് പിന്നെ വിളിക്കും. അല്ല അപ്പൊ ബേസിൽ സ്റ്റെഫീനോക്കണായിരുന്നു നിനക്ക് അറിയാൻ പാടില്ലായിരുന്ന? പിന്നെ അത് അവള് പോലും അറിഞ്ഞിട്ടില്ല. പിന്നെയാണ് ഞാൻ. കറക്റ്റ് സമയത്താണ് എനിക്ക് അവന് ഉന്താൻ തോന്നിയത്. അപ്പൊ വണ്ടർലില്ലേ? അതെന്താണ് അവല്ലാത്ത? മറന്നു ഇതായിരിക്കും. നിങ്ങളെപ്പോഴാ പോണേ? അതിന് നിങ്ങ പോയി വന്നിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ. ഞങ്ങൾ പോയി വന്നിട്ട് വേണം കൊമേഴ്സുകാർക്ക് പോവാൻ. ആകെ ഒരു രവി സാറുണ്ട്. പുള്ളിയുടെ ഡേറ്റ് ഒക്കെ മൊത്തം ക്ലാഷാണ്. പുള്ളി ഉള്ളതുകൊണ്ട് സുഖമില്ല. പിന്നെയാണെങ്കിൽ ആ കീർത്തി, അവളെ പഠിച്ചൊരു ചവിട്ട് കൊടുക്കണം. എപ്പോഴും രവി സാറ് രവി സാറ് രവി സാറ്. പൊട്ടിക്കലടാ അത്. അപ്പൊ കൂടെ ഒരു നാഷണൽ ടീച്ചർ ആയിക്കൊള്ളൂല്ലേ? അത് പിന്നെ പറയാനുണ്ടോടാ? നീ എന്താണ് കിടന്ന് ചൊറിയണ്? അതെ, കൈമ രാവിലെ ഒരു കുരു വന്നടാ. അപ്പൊ ഞാൻ പൊട്ടിച്ചൊളഞ്ഞ്. അപ്പൊ അത് കഴുത്തിൽ വന്നിക്കണ്. എവിടെ പോണ്ടാ? നിന്റെ ഏത് കൈമ? വലുതേമ കണ്ട കുരു. അയ്യോ നിനക്ക് ചിക്കൻ ബോക്സ് ആണ്? ചിക്കൻ ബോക്സ് ചിക്കൻ ബോക്സാ? ஞாபகதா
എന്താടാ ജയ്സാപ്പി ടൂർ പോയി ഇന്നലെ തോന്നണ ചിക്കൻ ബോക്സ് കുടിച്ച് 15 ദിവസം റെസ്റ്റ് ഒക്കെ പറഞ്ഞ. എടാ എനിക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നടാ. നീ എന്തായാലും റെസ്റ്റ് എടുക്ക്. നമുക്കേ മാറിയിട്ട് മൂന്നാർക്ക് പോവാം. എന്റെ കാര്യം സാറ് നോക്കണ്ട. അവിടെ ആ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ കണ്ട, അത് ഞാൻ പറഞ്ഞിട്ട് വെച്ചാണ്. എന്നിട്ട് ഇതൊക്കെ കൂടി ഞാൻ തനിക്ക് വന്നിട്ട് ഞാൻ പോണ അല്ല. സതീഷേ, ഒരാഴ്ച സമയം ഞാൻ തരും. അതിനുള്ളിൽ എന്റെ സ്റ്റോർ കഴിഞ്ഞ് തന്നില്ലെങ്കിൽ കളി മാറണേണ്. ദീപ്തി, സുജേഷ്, അജയ്. സസ്പെൻഷൻ പോരാ, തല്ലിപ്പൊളി വണ്ടിയാണ്. മാതാജറ്റ് വിളിക്കായിരുന്നു. എല്ലാരും തയ്യാറാണോ? ഈ അവസരത്തിൽ ഒരു സെക്കൻഡ്. എഴുത്തച്ഛന്റെ രണ്ടുപേരി കവിതയാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത്. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി നിയോഗം വരും പോലെ. നിയോഗല്ല സാറേ, വിയോഗമാണ്. നമ്മൾ ആഘോഷിക്കണം. റെഡിയല്ലേ? റെഡിയാണോ? വണ്ടി ഡ്രൈവർക്ക് ഇങ്ങേരുടെ സെറ്റപ്പാണ്. നീ ഇറങ്ങി പോയി ജയ്സാ, അലമ്പാക്കല്ല, ടൂറാണ്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. എല്ലാവരും അവരവരുടെ കൈവശം இது எக்ஸ்பெக்ட் பண்ணலடா நானே. கஜி அடி பழக போறான். തണുപ്പുള്ള രാത്രിയിൽ. അല്ല, വേറെ ആരെങ്കിലും വരാനുണ്ടോ? ജയ്സനുണ്ട് സാറേ. അവന് വയ്യ, വണ്ടി കിടപ്പുണ്ട്, വിളിക്കണോ? വേണ്ട, അവനവിടെ കിടക്കട്ടെ. നമ്മുടെ ക്ലാസ്സിൽ എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്തൊരു സ്റ്റുഡൻറ്റ് ജയ്സൺ. നമ്മുടെ സ്കൂളിൻ്റെ 100% വിജയം അവൻ കാരണം ഇല്ലാണ്ടാവുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എല്ലാരും ഇങ്ങനെ ഇരിക്കുന്നേ? ഒന്ന് ഉഷാറാക്കണ്ടേ? ആരെങ്കിലും ഡാൻസ് കീർത്തി, ഒരു പാട്ട് പാടി. രേഖ, ഒന്ന് ഡാൻസ്. എടാ, നീ എന്താ ക്യാമ്പ് ഫയറിന് വരാത്ത? മനുഷ്യനോട് ചാറാൻ കിടക്കുമ്പോഴാണ്. നിനക്ക് ഛർദിയുടെ ഗുളിക കാണാം. എനിക്കങ്ങ് വേണ്ട, കൊണ്ടുപോയതിന്റെ രവി പപ്പനവനോട്. അല്ല, നിനക്ക് സാറായിട്ട് എന്താ പ്രശ്നം? അല്ല, നീ എന്നെ കാണുമ്പോ ഇങ്ങനെ മുഖം വേർപ്പിച്ച് നടക്കണേ. ഞാനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടാ. എനിക്കൊരു പ്രശ്നവും ഇല്ല. ഈ പെണ്ണുങ്ങളുടെ മനസ്സല്ലുള്ളതെന്ന് പറഞ്ഞത് ആരാ? അല്ലോണ്ടല്ലേ ഉണ്ടാക്കിയേക്കണേ. നമ്മുടെ വിഷമമൊന്നും ആർക്കും മനസ്സിലാവില്ലല്ലോ. എന്താ ചേച്ചാ അതിന്റെ പ്രശ്നം? പറ. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് മനസ്സിലാവണല്ലേ. ആ ഒരിക്കൽ പറഞ്ഞാണല്ലോ. എടി പിശാചേ, എനിക്ക് എന്നെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അതുപോലെ തന്നെ ഉമ്മക്കാനും തോന്നുന്നുണ്ട്. എനിക്ക് അവളായിട്ട് പ്രേമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് കുറെ കാലായി. ഈ ബസ്സിൽ വേറെ ഏതെങ്കിലും തെണ്ടികളുണ്ടോ? ഞാൻ പോവാണ്. ഞാൻ പവർ ബാങ്ക് എടുക്കാൻ വേണ്ടി വന്നതാ. നമുക്ക് പിന്നെ സംസാരിക്കാം. സ്റ്റെപ്പ് ഇത് வேணும்னு பேசியிருக்காரு. എവിടെ നോക്കിയാടോ വണ്ടി ഓടിക്കണേ? പറ്റില്ലെങ്കിൽ താ, ഞാൻ വന്ന് ഓടിക്കാം. എന്താടാ എന്താടാ എന്തിനോട് മാറിയിരുന്നേ? ഒന്ന് പോയിട അവിടെ നിന്ന്. എനിക്ക് ഇപ്പൊ എന്നോടായ പ്രേമം. ഓ, നമ്മളെയൊക്കെ ആർക്ക് വേണം? നമുക്ക് ഫിലോസഫി ഒന്നും അറിയില്ലല്ലോ. ഓവറാവല്ലോട്ടെ ചെക്ക. ക്യാമ്പ് ഫയറിന് നിന്നെ ശരിക്കും മിസ് ചെയ്തിട്ടാ കേട്ടാ. ആര് മിസ് ചെയ്യാൻ? ഞാൻ. നമ്മളൊന്നും ആരും വരാൻ നിർബന്ധിക്കില്ല. അയ്യടെ മോനൊരു പ്രത്യേക സ്വഭാവമാണ്. ഞാനവിടെ വെച്ച് നിനക്കെന്നെ കൊല്ലാനുള്ള ദേഷ്യണ്ട്. ബട്ട് എന്നെ അതിങ്ങനെ ഇരുന്നോർത്തപ്പോ ഏതാണ്ട് ഫീലിങ്സ്. എന്ത് ഫീലിങ്സ്?
വയറിലൊക്കെ ബട്ടർഫ്ലൈസ് വെറുതെ തോന്നി. എന്താ സ്വപ്നാണോ നോക്കിയതാ അല്ല. പ്ലീസ്, കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ ഈ ടൂർ അവസാനിക്കും. നമ്മുടെ ഈ വാഹനം സ്കൂൾ ക്യാമ്പസിനകത്തെത്തും. അവസാനിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് അടിച്ചു പൊളിക്കണ്ടേ? കൊണ്ടോരടങ്ങാനായിട്ട് ഇത് മനഃപൂർവ്വമാണ് മനുഷ്യരുടെ இல்ல அவர் ஓகே தான், பட் இது ஓவரா போக கூடாதுன்னு தான் நேத்து. இந்த சவுண்ட் எஃபெக்ட் ஸ்டார்டிங்ல வந்துச்சுல அந்த பெல்லு எக்ஸ்பிரஷன் என்னடாச்சு? கமான் சார், ஹிட் இது நினைக்கிறேன் அந்த கடை. ஓ அதான் அவனுக்கு 2 பேர் தான். இது மாதிரி இல்லை. ஓ இல்லை. ഓ ഈ പിള്ളേർക്കൊരു തോറ്റ്. பிடி சார் தானே அவரு? அந்த அந்த ക്രിക്കറ്റ് സെലക്ഷൻ ഈ സ്കൂളിലെ റെപ്യൂട്ടേഷൻ മനസ്സിലാക്കി. ഈ സ്റ്റോറിന് റെപ്യൂട്ടേഷൻ ഉണ്ട്. എന്ത് കാണാനാ? നിങ്ങളല്ലേ പഠിപ്പിക്കണേ? പിള്ളേർ എങ്ങനെ നന്നാവാനാ? 2 ഓഫീസിലേക്ക് വാടോ. എന്താ ഇവിടെ ഇരിക്കണോടാ? എനിക്ക് പേടിയാവുണ്ട് കേട്ടാ. കുറച്ചേരം ഇവിടെ ഇരിക്കുക. ക്ലാസ്സിൽ തിണ്ടികളൊന്നും അറിയണ്ട. ശരത്തിനെ പോലെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. അതൊക്കെ ഇടയ്ക്കിടെ ഞാൻ ആലോചിക്കും. അപ്പം എനിക്ക് തോന്നും നീ കൊള്ളാന്ന്. അപ്പോഴാണ് നീ സ്റ്റെഫിയോട് നടക്കണോണ്ട്. അപ്പോൾ എനിക്ക് തോന്നി നീ എന്നെ മറന്നോണം. പിന്നെ അന്ന് ബസ്സിൽ വെച്ച് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? നീ സിൻസിയറാന്ന് മനസ്സിലായി. ശരത്ത് എങ്ങനെയായിരുന്നു? ഞാൻ ചെന്നൈ പോയില്ലേ, നമ്മുടെ റിസൾട്ട് വന്നുള്ളൂ. അപ്പോൾ ശരത്ത് മാത്സിന് പൊട്ടി. അപ്പം ഞാൻ അവനെ സമ്മാനിപ്പിക്കാൻ വേണ്ടി മെസ്സേജ് അയച്ചു. അപ്പോൾ അവൻ പറയാം അവൻ എൻ്റെ മടിയിൽ കിടക്കണോ. അതോടുകൂടി അവനായിട്ടുള്ള മെസ്സേജ് അങ്ങോട്ട് നിർത്തി. അല്ല, ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് മിണ്ടാവുന്നപ്പോൾ നീ മൈൻഡ് ചെയ്തില്ലല്ലോ. അപ്പോൾ എനിക്കൊന്നും ഓർമ്മയും കൂടി ഇല്ല. അത് വീട് ചേച്ചാ, ഞാൻ ഇല്ലേ എൻ്റെ അതൊക്കെ പറഞ്ഞ് വിഷമിച്ചോണ്ടിരിക്കണ ഞാൻ ഇല്ലേ. ഞാൻ കോക്കാൻ ചള വെച്ച മണത്ത് നോക്കണ്ട. നോക്കിക്കോ. ഇനി നോക്കണ്ട, നോക്കണ്ട. അവളെ ചേർന്നടാ. ആര്? കീർത്തി. സന്തോഷമില്ലാത്ത പിന്നെ ഞാനിവിടെ കിടന്ന എക്സ്പ്രഷൻ മരിക്കണം. ബോളറുടെ എന്ത് സ്വഭാവമാണ് ജീസന്റെ? ഈ സ്വഭാവം വെച്ച് നമ്മൾ എങ്ങനെ ജീവിക്കും? ഞാനിങ്ങനെയാണ്, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. പറ്റില്ലെങ്കിൽ വെച്ചിട്ട് പോ. മനസ്സമാനം തരൂ. ഫോൺ വിളിക്കാനും സമ്മതിക്കില്ലേ? നീയായിരുന്നോ? ഞാൻ വിചാരിച്ചു ഉടുമ്പാണെന്ന്. എപ്പോഴാ ഹോൾ ടിക്കറ്റ് വാങ്ങാൻ? ഞങ്ങളവിടെ ഗുരുവാ. ഞാൻ വരില്ല. നല്ല സ്കൂളാണ് ഇതില്. വേണം ഷട്ടിൽ കറിയാവും. വെറുതെ അല്ല ഇന്നല്ലാന്ന് പറയണത്. എന്നാ തന്നേരെ. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ ശ്രദ്ധിക്കട്ടോ. ജയ്സ, എനിക്ക് നിന്നോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കണമായിരുന്നല്ലോ. ഇവിടെ വെച്ച് വേണ്ട. ഈ സ്ഥലം അതിന് പറ്റില്ല. നീ ലൈബ്രറിയിലേക്ക് വാ. നമുക്ക് ഗ്രന്ഥങ്ങളുടെ ഇടയിൽ നിന്ന് സംസാരിക്കാം. എന്നെ കണ്ടിട്ട് നീ പോയാൽ മതി. അവർക്കെല്ലാവർക്കും എന്നെ ഭയങ്കര കാര്യമെന്നല്ല, ഒരു തരം ആരാധനയാണ്. അത് ഞാൻ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ നിനക്ക് മാത്രം എന്താണ് എന്നോട് ഇത്ര ചൊറിച്ചില്? എന്ത് ഞാൻ വന്നപ്പോ തൊട്ട് നിന്നെ നോട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഇനി ഈ ക്യാമ്പസിൽ സമാധാനമായിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാന്ന് നീ വിചാരിക്കണ്ട. ഇവിടെ എനിക്ക് എത്രമാത്രം സ്വാധീനം ഉണ്ടെന്ന് നിനക്കറിയാലോ. ടൂർ ബസിന്റെ ചില്ല് പൊട്ടിച്ച് നീ തന്നെയാണോ? ഞാൻ അങ്ങനെ വരുത്തൂലേ? സിന്ധു ടീച്ചർ ഇന്ന് തന്നെ നിന്റെ വീട്ടിലേക്ക് വിളിക്കൂലേ? പിന്നെ മറ്റേ ജാതിത്തോട്ടത്തിൽ എന്തായിരുന്നടാ പരിപാടി? പ്രേമാണ്. രണ്ടിന്റെ വീട്ടിലേക്ക് ഞാൻ വിളിക്കുന്നുണ്ട്. ഹാപ്പി അല്ലടാ മോനെ? പഴയ ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ ഭയങ്കര പരിപാടിയാ. പക്ഷെ നിനക്കൊക്കെ ഇത് മതി. തിരിച്ചെടുക്കോ? നീ എല്ലാം തിരിച്ചെടുക്കോ? നീ അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് വേണ്ടിട്ട്. രവി സാറേ,
പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് അത്യാവശ്യം ചെല്ലാൻ പറഞ്ഞു. ആ പ്രിൻസിയ itu mati kan ini. കഴിഞ്ഞടാ എന്റെ പണി പാളിന്ന് തോന്നണ. അയാൾ നിന്നെ പബ്ലിക്കായിട്ട് ഭീഷണിപ്പെടുത്തി. ആര് വിസാറ് എനിക്കിട്ട് പണി തരുന്നു. ആ ഗ്ലാസ് ഒട്ടിച്ച ശേഷം എന്റെ തലേക്കിട്ട്. എന്തിന്? എനിക്കറിയാൻ പാടില്ല. നീ ഒന്ന് പടക്കാണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പുള്ളി എന്നാ ടൂറിന്റെ ഇടയ്ക്ക് നിന്നെ പറ്റി പറഞ്ഞ എനിക്ക് അത്ര പിടിച്ചിട്ടില്ല. എന്റെ ലൈഫ് തോലഞ്ഞെന്നാ തോന്നണേ. நீ சொன்ன மாதிரி தான் நினைக்கிறேன். அவருக்கு தான் நம்பிட்டு எனக்கு தெரிஞ்சு கூட ஒரு மிஸ் சுத்தி நிதில் ஏதோ பண்ணிட்டுக்கிறாரு போல அவரு. போலீஸ் அது இல்லை இல்லை ரவி சரண்றாங்க. காசு கேஸ் திருட்டிட்டாரா தெரியலையே. നിങ്ങറിഞ്ഞ പുള്ളിക്കാരൻ വ്യാജനാണെന്ന്. ஃபேக்கா என்ன எதுல ஃபேக்கு தெரியலையே. டீச்சிங்கே ஃபேக்கா படிக்கவே இல்லை போலடா. ഇല്ല ഇല്ല സുഹേൽ സാറേ എടാ സുഹേലെ കഴിഞ്ഞ തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ട് എന്റെ പിന്നാലെ എവിടെയെങ്കിലും ചെന്നത് 10 മണിക്കുമ്പോഴേക്കും അപ്പ കയറി വന്നോളൂ. എന്താ എനിക്കിതൊന്നും കണ്ടിക്കാൻ പറ്റുള്ള. ഞാൻ പോണേണ്. எப்படா இப்படி நடிக்கிறது? போலீஸ் தான் நினைக்கிறேன்டா. ഇതെന്താടാ ഇന്ന് വിലങ്ങൊന്നുമില്ലേ? ദിസ് ടൈമാ? നല്ല സ്ഥലമായിരുന്നു. ഇപ്പൊ എല്ലാരും സാറിന്റെ സെയിം വേവ് ലെങ്ത് അല്ലേ പോണേ? என்ன சொன்னீங்கடா நீங்க? ഇന്ന് നടത്തേണ്ടിയിരുന്ന ആനിവേഴ്സറി അനിശ്ചിതകാലത്തേക്കായി മാറ്റി വെച്ചിരിക്കുന്നു. താങ്ക് യു. ഇത് വായിക്കി. നീ ഇത് വായിക്കി. വ്യാജ അധ്യാപകൻ പിടിയിൽ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ ടിയാൻ ജോലി ചെയ്തു വരികയായിരുന്നു. അപ്പോഴാണ് നാടകീയമായ രംഗങ്ങൾ തിങ്കളാഴ്ച അരങ്ങേറിയത്. നോക്ക്, സുഹേൽ എംഎൽഎയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പുള്ളിനെ പിടികൂടി. എന്നാലും നിനക്ക് എങ്ങനെ മനസ്സിലായടാ? അതൊക്കെ മനസ്സിലാവൂലോ. അതൊരു ഫ്രോഡിനല്ലടാ മറ്റൊരു ഫ്രോഡിന് മനസ്സിലാവും. പറഞ്ഞു തീർക്കടാ. ഫഹദ് ഫാസിലിന് മുടി ഉണ്ടായിരുന്ന കാലത്തെ കോമഡി. എടാ ഒരു പുള്ളി ഉടായിപ്പണി നമ്മള് സ്പോട്ടിൽ പിടിക്കും. നീയൊക്കെ പുള്ളിനെ തലയിൽ കയറ്റിക്കൊണ്ട് നടക്കണല്ലേ. അപ്പം പോലീസിലാണല്ല. പുള്ളി തറവായിട്ട് ഒരു അന്വേഷണം നിനക്കെന്ത് ഹലോ. ആ മോനെ ജയ്സ, ഞാൻ വായിച്ചറിഞ്ഞടാ. സന്തോഷായി പൊളിച്ച്. ആ ചേട്ടൻ വേണ്ടായിരുന്നു. പുള്ളിയുടെ ബാക്കിക്കോടെ അടിപൊളിയായിരുന്നു. ചേട്ടൻ എന്തിനു എനിക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ വയ്യ. ഇത് സുഖം സുഖം തരും നേരം. ഓ ആ നമുക്കേ വികാസി പോയല്ലോ ക്രാഷ് കോഴ്സിന്. ഞങ്ങൾ ഇവിടെ ഒരു കളി കാണാൻ വന്നതാ. കുറച്ച് സമയം പോയിരുന്നു പഠിച്ചൂടെ ചേച്ച? നാളെ കഴിഞ്ഞ എക്സാം ആണ്. ഞാൻ കുറച്ചേരം നോക്കി. എനിക്ക് മടുത്ത്. എനിക്ക് തല വിരിക്കുന്നു. ഇങ്ങനെ പോയ ഒരു കോളേജിന് കിട്ടില്ല കേട്ടാ. എനിക്ക് സ്പോർട്സ് കോട്ട ഉണ്ട്. നീ വേഗം വീട്ടിലെത്തിട്ട് വിളിക്ക്. എനിക്ക് വയറുവേദന എടുക്കുന്നു. എന്ത് പറ്റി? എന്താ കഴിച്ചേ? ബിന്ദു മിസ്. ആരടാ നീ? അമ്മമ്മ വേണ്ട അമ്മ. അമ്മ എന്തിനേം കൊണ്ട് വിളിച്ചേ? എടാ നീ എന്തിനേം കൊണ്ട് വിളിച്ചേന്ന്? എന്താടാ നീ വേണ്ട അമ്മ. അങ്ങോട്ട് മറന്നിട്ട് നാക്കിറങ്ങി പോയോന്ന്. മേലെ ഈ ഫോണിലേക്ക് വിളിച്ച അപ്പ അറിയാം എന്താടി കട്ടായെന്ന്. അച്ഛനിങ്ങ് വരട്ടേട്ടോ, കാണിച്ചു തരാം നിന്നെ. എടാ അമ്മ ഓടിച്ചെന്ന് തോന്നണേ. ആ തള്ളങ്ങനെ എന്റെ ഇടയ്ക്ക് കയറിയില്ല. എനിക്ക് വീഡിയോ ഉണ്ട്. എന്ത് ചെയ്യും? നീ അടങ്ങിയേക്ക്. അവള് തിരിച്ചു വിളിക്കും. ഞാനങ്ങ് വിളിക്കട്ടെ. നീ അവളെ വിളിക്കണ്ട. അവളെ തള്ളേനെ വിളിച്ച് തരുവാ. എടാ ഒന്നും മിണ്ടാണ്ടിരിക്കും. മണ്ടത്തരം പറയണ്ടേ. എടാ എന്തെങ്കിലും നല്ല പറഞ്ഞതാ. ആ തള്ള എന്താണ് പറഞ്ഞ എന്നോട്? ഒന്ന് പോയേടാ. പണിപ്പാളി തോന്നണ്ടാ. അത് നോക്കിയാടാ. പറഞ്ഞോട്ടോ. ആ ഞാൻ പോട്ടേട്ടാ. എനിക്ക് അപ്പുറത്തേക്കാണ്. പോട്ടെ. അപ്പുറത്തെ ക്ലാസ്. ഞാൻ പോട്ടാന്നാ. അയാള് വൻ സീനാണ്. നല്ല പണി കിട്ടും. നോക്കിക്കോ നീ. എനിക്കൊന്നും അവിടെ ഒരു മൈൻഡ് പോലും ചെയ്തില്ലല്ലോ. പേടിച്ചിട്ടായിരിക്കൂടാ.
ഹലോ 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 ഡേ, ഞാനാ. ഈ നമ്പറിലേക്ക് ഒരു കാരണവശാലും വിളിക്കരുത്. അച്ഛൻ്റെ ഫോണാ. അച്ഛൻ കടയിലേക്ക് പോയേക്കാം. ഞാനിപ്പോ വണ്ടിയില്ല. എനിക്ക് ഇതിനോട് മിണ്ടണം. ഇതെന്നെ കാണണേ. സോറിയുടെ ഞാനിത് ചേന ഫോണെല്ലാം വീട്ടിൽ പിടിച്ച് ഡിഗ്രിയൊക്കെ മിക്കവാറും ഞാൻ ചെന്നൈയിലായിരിക്കും. ചേട്ടൻ അവിടെ അഡ്മിഷൻ ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉണ്ണത്തിന് അങ്ങോട്ട് പോകും. എനിക്ക് എന്തെങ്കിലും ഒന്ന് കാണണത്. നാളെ അച്ഛൻ വരില്ല, അമ്മയായിരിക്കും. അപ്പൊ ഞാൻ ടോയ്ലറ്റിന് അവിടെ ഞാൻ എക്സാം കഴിഞ്ഞ് അങ്ങോട്ട് വരാം. അപ്പൊ നമുക്ക് സംസാരിക്കാം. ആടാ അച്ഛൻ വരുന്നുണ്ട്. ഞാൻ വെക്കാണ്. എന്താടാ എന്താണ് നീ നോക്കണേ? നീ ടൂർണമെന്റിൽ എന്നെ കുറെ ഉണ്ടാക്കാൻ നോക്കിട്ട് എന്തായി? നിനക്കന്ന് ഇടിയും കൊണ്ട് ചോറും തൊട്ടിൽ വീണൊന്നും പോരെ? ഇനിയും വേണ? നിന്റെ ഒട്ടുക്കത്തെ പരീക്ഷയെ കാത്തിരിക്കാണ് ഞാൻ. നല്ല വെട്ടിപ്പായിട്ട് തരണ്ടി കേട്ടാ. അല്ലെങ്കിൽ വികാസിലോട്ട് വേടാ. ആ ബേസിൽ എന്നെ വിളിച്ച് പോയിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു മൂന്നാമതൊക്കെ ഇപ്പൊ തീർക്കണം. കുറെ നാളല്ല ചൊറിയാൻ തുടങ്ങിയിട്ട്. ഈ ജ്യൂസ് കുടിച്ചേ നീ വന്നത് ഇപ്പൊ അമേരാ വികാസിൽ പോയിട്ടുണ്ട്. എനിക്ക് ആ പട്ടീനെ ഇപ്പൊ തരാം. സാർ എന്തിയടാ 4:30 വരാൻ പറഞ്ഞിട്ട് നമ്മളെ പോസ്റ്റാക്കി പോയാ? അവരുടെ വരെ പത്ര പന്തിയല്ലല്ലോ. ഞാൻ വികാസിലോട്ട് വരാൻ പറഞ്ഞപ്പോ ഇതല്ലല്ലോ ഉദ്ദേശിച്ചത്. അവനെന്തേ പണി പാടി ഓടിക്കോ ഓടിക്കോ. எக்ஸாம்ஸ் முடிஞ்சு லீவ் போடு. லீவ் மாட்டாங்க. മോളെ എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? മോളെ എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? ഇന്ന് +2. பொண்ணோட அம்மா தானே இது? ജെയ്സൺ, സന്ദീപ്, ലിൻഡോ, ഡെന്നിസ്, ജസ്റ്റിൻ, മെൽവിൻ എന്നിവർ പരീക്ഷയ്ക്ക് ശേഷം പ്രിൻസിപ്പളിന്റെ ഓഫീസിലേക്ക് ചെല്ലേണ്ടതാണ്. மீட் பண்றதுக்கு போட்டுருந்தாங்க. கொஞ்சம் அவசரப்பட்டுட்டியே குமாரி. പണിപ്പാളോ ഒന്നും മിണ്ടാണ്ടിരുന്നടാ. അമ്മ ഞാനൊന്ന് ടോയ്ലറ്റ് പോയിട്ട് വരാം. പെട്ടെന്ന് വരണം. വാ 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 ഇങ്ങോട്ടേക്ക്. ഇതിലാരാടാ ജെയ്സൺ? ഞാനാ. എന്റെ കൊച്ചിന് നീ എന്താ ചെയ്തേ? അവന് പരീക്ഷ എഴുതാൻ പറ്റുമോ? മാറുന്നേ കയ്യങ്ങളി വേണ്ട സാറേ. ഇവരെ എന്ത് ചെയ്യാൻ പറ്റും സാറിന്? സമാധാനപ്പെട്, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. സാറ് ആലോചിക്കൊന്നും വേണ്ട. അവന്റെ പരീക്ഷാ റിസൾട്ട് തടഞ്ഞേക്കണം, അത്ര തന്നെ. അച്ചോ, ഇത് ഫ്രാൻസിസ്, ബേസിലിന്റെ അപ്പനാണ്. നിങ്ങളെല്ലാരും പുറത്തേക്ക് ഇറങ്ങിയേ. പിള്ളേർ ഇറങ്ങിയേ. നിങ്ങളും ഇറങ്ങിയേ. ഞാൻ വിളിപ്പിക്കാം. ഞാൻ പുറത്തുണ്ടാവും. ഇന്ന് 2 പറഞ്ഞിട്ട് അവിടുന്ന് പോകണം. എനിക്കൊന്നും മനസ്സിലാവണല്ലോ എന്തിട്ട്. അപ്പൻ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പരിപാടിക്കൊക്കെ? നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. ഇവന്റെ കൈ എങ്ങനെ ഒടിഞ്ഞു? ആ ഇടിച്ച പറഞ്ഞില്ല കൈ ഒടിഞ്ഞത്. വീട്ടിലറിഞ്ഞ വേറെ സീൻ. കഴിഞ്ഞില്ലേ? പിന്നെന്തിനാ വിളിക്കണേ? എന്താടാ? എനിക്ക് പോണം. എന്താടാ നിനക്ക് അത്യാവശ്യം? പുറത്തു പോയിക്കടാ. എനിക്കൊരാളെ കാണാനുണ്ട്. ആരെ കാണാനാ? അതൊന്നും അച്ഛന് പറഞ്ഞ മനസ്സിലാവില്ല. ഇത് എന്റെ അവിടെ ഒന്ന് വരാം. അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഞാൻ പോവാ. എന്താ സംഭവിച്ചത്? നിന്നെ അപ്പനെ പറഞ്ഞ് മനസ്സിലാക്കണോ? അപ്പൻ ഇതെങ്കടാ. അവൻ പോട്ടെ. ഇന്നലെ എനിക്ക് പകരം അവന്റെ കൈയോട് ചേർന്നെങ്കിലാ ഞാൻ അവന്റെ സ്ഥാനത്ത് നിൽക്കേണ്ടി വരൂലേ? ഓഹോ, ആ ശരി. ഇപ്പൊ അങ്ങനെയാ? ഞാൻ പറഞ്ഞല്ല അപ്പനോട് 100 വട്ടം ഇങ്ങോട്ട് വരണ്ടാന്ന്. വെറുതെ മനുഷ്യനാണ്. കീർത്തിനെ കണ്ട അവളെ മാതേറ്റി പോയല്ലോ. എന്താടാ ചേട്ടാ? ചേട്ടാ ലിഫ്റ്റ് ഇവിടെ വരെ ഉള്ളൂ. പ്ലീസ് ചേട്ടാ. ഞാൻ ഇവിടം വരെ ഉള്ളടാ. നീ വല്ല ഓട്ടോറിക്ഷ വിളിച്ച് പോകാൻ നോക്കും. ചേട്ടാ കഴിഞ്ഞ പ്രാവശ്യം ഒരു കുഞ്ഞിത്താറാനുണ്ടായിരുന്നു. ജോയ്സ ഒന്ന് വന്നേ. എന്താടാ? വേഗം വാ. മാതേറ്റിനെ പിടിക്കണം. ജോയ്സ അത്യാവശ്യ ജീവിത പ്രശ്നമാണ്. വന്നേ ജോയ്സ. എന്താടാ കാര്യം എന്താന്ന് പറഞ്ഞില്ല നീ? കാര്യം എന്താന്ന് പറ. ആ ഉണ്ട് പോ. അല്ലേ പോണത്? ഇവൻ പോയാ கார்ல வரல. கார்ல வந்தாங்களா? அம்மா அப்பா கூட்டல. அம்மா தான் கூட்டு வந்தாங்க. அம்மா தான் கூடி இருந்தாங்க. என்னடா ഇത് പേശ പോറാൻ പോലടാ. എന്താണ് ജോയ്സാ? എനിക്ക് സംസാരിക്കണം.
അപ്പൊ നീയല്ലേ ആള് എല്ലാവരും സഹകരിക്കണേ. നമ്മുടെ കൂട്ടുകാരൻ ഇതിന്റെ ഒരു സാധനം കാണാണ്ട് പോയിട്ടുണ്ട്. ചേച്ചി ഞാനും സംസാരിക്കുന്നത് 5 മിനിറ്റ് താ. എനിക്ക് കാര്യം പറയണമെന്ന് വന്നു. ഇതാണല്ലോ ഇവിടെ കാണാണ്ട് പോയ സാധനം. കൊള്ളാം. എന്താ ചേച്ചിയുടെ പ്രശ്നം? വിളിച്ചോണ്ട് പോണതിന് അനീചക്കനാ പൈസ അണ്ണന് ഇങ്ങനെ എന്നിട്ട് ഇവിടെ നടക്കുന്നൊരു സംഭവം എന്താ പ്രശ്നം? എന്താണ് പ്രശ്നം? ഒരു കൊച്ചിനെ എവിടെയെങ്കിലും പോയി ജീവിക്കാം. ഞാൻ ശ്രീചാണ്ടിന്റെ അടുത്തെല്ലാം പറഞ്ഞു. എന്റെ കുറച്ച് കാശുണ്ട്. ശ്രീചാണ്ടി ഇപ്പൊ ഇവിടെ എത്തും. തിരിച്ച് വീട്ടിലേക്ക് ഞാനില്ല. ഞാനേ നീ കൊണ്ട് നോക്കിയ ജയ്സ, നീ ഞാൻ പറയണത് കേക്ക്. ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് പോവില്ല. ഞാൻ ചെന്നൈ പോയാൽ എന്ന് നിന്നെ വിളിക്കും. ചെന്നൈ പോയതിന്റെ മറക്കും. എനിക്കറിയാം, ആരും എന്നെ വിളിക്കില്ല. നിനക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല ജയ്സ. ഞാൻ കൂടെ പോണില്ല. അത് പോരാ അമ്മക്ക്. ഞാൻ പോട്ടെ ജീസ. നീ എങ്ങനെയല്ല ഒന്ന് റിലാക്സ് ആവ്. എന്നെ വിളിക്കാം. ബൈ, ലവ് യു. മൗനം ഭജിക്കാതെ എന്തെങ്കിലും മൊഴിയണം മിസ്റ്റർ. മിണ്ടാണ്ടിരുന്ന മരത്തലേ അമ്പലനടയെ പോയി. മറ്റന്നാ കീർത്തി എന്റെ കുന്തളിപ്പാടിയൊക്കെ. ആ ജോയിസൻ ചേട്ടൻ കണ്ണിക്കേട് പറയാ. കണ്ണിക്കേടിന്റെ എവിടെ ചെലവെവിടെ? ജോലി ഇട്ടിട്ട് ചെലവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ശമ്പളം കിട്ടുമ്പോ വാങ്ങിച്ചു തരും. ഞങ്ങളെ പഠിപ്പൊക്കെ കണ്ടിട്ട് തീരുമാനം എടുത്തോളാം കേട്ടാ. കീർത്തി മുടി സ്ട്രേറ്റ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റ് അല്ലേ? എടാ അതൊക്കെ പോട്ടെ. ഇപ്പോഴും ഒരു കാര്യത്തിന് ക്ലാരിറ്റി വന്നിട്ടില്ല. കീർത്തിയുടെ പവർ ബാങ്ക് അവരുടെ ടൂറിന്റെ സമയത്ത് മുക്കിയിട്ടുണ്ട്. ലിന്റെ അപ്പൊ നീ ആണെങ്കിൽ അത് തിരിച്ചു കൊടുത്തത്. സത്യം ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. എന്താണ് എന്ത് കാര്യം? എന്താ സംഭവം? എന്താ? എന്നാലും ആ പവർ ബാങ്ക് അവിടെ പോയി. ಒಮ್ಮೆ ಗುರುವೊಬ್ಬರು ಸ್ವಲ್ಪ ಸಮಯದ ನಂತರ ಗುರುವಿನ ಮುಂಭಾಗದಿಂದ ಗೋಡೆ ಹುಳುವೊಂದು ನಿಧಾನವಾಗಿ ಚಲಿಸುವ ಧ್ವನಿಯಿಂದ ಗುರುವು ಗೋಡೆ ಹುಳುವನ್ನು ನೋಡಿ ಹೀಗೆಂದರು, ರಿಮೋಟ್ ವಿಲೇಜ್ ಹೇಗೆ ನನ್ನನ್ನು ಎಚ್ಚರಗೊಳಿಸಿದೆ.